9th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നോക്കിയേ, ക്ലാസ്സിലേക്ക് പോകാം. You know that all the substances in the universe are formed by the combination of elements. എന്താണ് മക്കളെ പറയുന്നത്? ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും മൂലകങ്ങൾ സംയോജിച്ചാണ് ഉണ്ടായിരിക്കുന്നത്. എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് എല്ലാ സബ്സ്റ്റൻസും ഉണ്ടായിരിക്കുന്നത്. So far about 120 elements have been discovered. ഇതുവരെ 120ഓളം മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. Of these only 90 elements are seen in nature. എന്താ പറയുന്നത്? ഇതിൽ 90 മൂലകങ്ങൾ മാത്രമേ പ്രകൃതിയിൽ കണ്ടുവരുന്നുള്ളൂ. The rest are artificial elements. ബാക്കിയുള്ളവയൊക്കെ എന്താണ്? കൃത്രിമമായിട്ടുള്ള എലമെൻറ്റ്സ് ആണ്, മൂലകങ്ങളാണ്. You might have seen a table of these elements in the science textbook. എന്താണ്? ഈ മൂലകങ്ങൾ, ഈ എലമെൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പട്ടിക നമുക്ക് നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ, ശാസ്ത്ര പാഠപുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണത്? ദിസ് ഈസ് എ കോംപ്രഹെൻസീവ് ടൂൾ ഫോർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. ഇറ്റ് ഈസ് നോൺ ആസ് പീരിയോഡിക് ടേബിൾ. ഇത് മൂലകങ്ങളുടെ വർഗീകരണത്തിനുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഉപാധിയാണ്. ഇറ്റ്സ് എ കോംപ്രഹെൻസീവ് ടൂളാണ്. എന്തിനുപയോഗിക്കുന്നത്? ഫോർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. ദിസ് നോൺ ആസ് പീരിയോഡിക് ടേബിൾ. നമ്മൾക്ക് പീരിയോഡിക് ടേബിളിലേക്ക് പോകാം. എന്താണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്? നോക്കിയേ. ഹെൻറി മോസ്ലി ത്രൂ ഹിസ് എക്സ്പെരിമെൻറ്റ്സ് പ്രൂവ്ഡ് ദാറ്റ് ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദെയർ അറ്റോമിക് നമ്പർ. എന്താ മക്കളെ? ഹെൻറി മോസ്ലി തൻ്റെ എക്സ്പെരിമെൻറ്റ്സിലൂടെ, പരീക്ഷണത്തിലൂടെ എന്താ കണ്ടുപിടിച്ചത്? എലമെൻറ്റ്സിൻ്റെ ഗുണങ്ങൾ, പ്രോപ്പർട്ടീസ്, മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു. According to this, the elements are arranged in the periodic table in the increasing order of their atomic numbers. എന്താണ്? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ എലമെൻസിനെ, മൂലകങ്ങളെ ഒരു ടേബിളിൽ ഉൾപ്പെടുത്തി. ഇതിനെയാണ് എന്തു പറയുന്നത്? മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? എലമെൻറ്റ്സ് ഒക്കെ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. അറ്റോമിക് നമ്പേഴ്സ് കൂടി വരുന്ന ക്രമത്തിലാണ്. ഈ ടേബിളിനെ പറയുന്ന പേരാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഹെൻറി മോസ്ലി. ഫ്രം ദിസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദർ എക്സിസ്റ്റഡ് എ പീരിയോഡിക് ടേബിൾ ഏർലിയർ. എന്താ പറയുന്നത്? ഇതിന് മുമ്പും ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടായിരുന്നു. Let us look into the early attempts of classification of elements. നമുക്ക് മൂലക വർഗീകരണത്തിലേക്ക് നയിച്ച ആദ്യകാലത്തെ ശ്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Into the history. നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം. It was Lavoisier who first made an attempt to classify elements. ആരാണ്? മൂലകങ്ങളുടെ വർഗീകരണത്തിൻ്റെ, എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷന് തുടക്കം കുറിച്ചത് ലാവോസിയ ആണ്. നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെ ഭാഗത്തിൽ, ഇതിൻ്റെ ചരിത്രത്തിലേക്ക് എന്നുള്ള ഭാഗം ഇവിടെ നിങ്ങോട്ട് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നോക്കട്ടെ എല്ലാവരും. എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ലാവോസിയർ? ദ നോൺ 30 എലമെൻറ്റ്സ് വെർ ക്ലാസിഫൈഡ് ഇൻ ടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. എന്താണ്? 1789 അന്ന് അറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ, 30 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. മെറ്റൽ എന്നും നോൺ മെറ്റൽ എന്നും വർഗീകരിച്ചു. ആരാണ് വർഗീകരിച്ചിരിക്കുന്നത്? ലാവോസിയർ അല്ലേ? ലാവോസിയർ എങ്ങനെയാണ്? 30 elements were classified into metals and non-metals. But he was not able to classify metalloids that show the properties of both metals and non-metals.
അദ്ദേഹത്തിൻ്റെ ഒരു പരിമിതി ഡീമെറിറ്റ് എന്തായിരുന്നു? അതായത് ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന, അതായത് മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ആൾക്കാരാണ് എന്ത്? മെറ്റലോയിഡ്സ് അല്ലെങ്കിൽ ഉപലോഹങ്ങൾ. ഇവയെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ വർഗീകരണത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ, പരിമിതി. എന്തായിരുന്നു? ലാവോസിയറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസിൻ്റെ ഡീമെറിറ്റ്, ലിമിറ്റേഷൻ, പരിമിതി എന്തായിരുന്നു? ഹി വാസ് നോട്ട് ഏബിൾ ടു ക്ലാസിഫൈ മെറ്റലോയിഡ്സ് ദാറ്റ് ഷോ ദി പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇദ്ദേഹം എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? ലാവോസിയർ ക്ലാസിഫൈഡ് 30 എലമെൻറ്റ്സ് ഇൻ ടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്നും അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വന്ന ലിമിറ്റേഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്നും അതിൻ്റെ ലിമിറ്റേഷൻ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ആഫ്റ്റർ ലാവോസിയർ it was Dobereiner who gave notable contributions in the classification of elements. ലാവോസിയയ്ക്ക് ശേഷം നോട്ടബിൾ കോൺട്രിബ്യൂഷൻ ഇൻ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം ഈ എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷന്, വർഗീകരണത്തിന്, മൂലകങ്ങളുടെ വർഗീകരണത്തിന് ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത് ആരാണ്? വേറെ ഡോബറൈനർ. ആരാണ്? ഡോബറൈനർ എന്താ ചെയ്തത്? ഹി ഫോംഡ് സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് 3 എലമെൻറ്റ്സ് ഷോയിങ് സിമിലർ പ്രോപ്പർട്ടീസ്. അദ്ദേഹം സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന മൂന്ന് മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ഇവയ്ക്ക് ത്രികങ്ങൾ, ട്രയാഡ്സ് എന്ന് പേര് വിളിച്ചു. എന്താ ചെയ്തത്? ഹി ഫോംഡ് സ്മോൾ ഗ്രൂപ്പ് ഓഫ് 3 എലമെൻറ്റ്സ്, 3 എലമെൻറ്റ്സ് ഉള്ള ഓരോരോ സ്മോൾ ഗ്രൂപ്പും ഷോയിങ് സിമിലർ പ്രോപ്പർട്ടീസ്, ഇവയ്ക്കൊക്കെ സിമിലർ പ്രോപ്പർട്ടീസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. ദീസ് ഗ്രൂപ്പ് വെർ കോൾഡ് ട്രയാഡ്സ്. ഇതിനെ എന്ത് വിളിച്ചു? ട്രയാഡ്സ് എന്ന് പേര് വിളിച്ചു. നോക്കിയേ മക്കളെ, എക്സാമ്പിൾ നോക്കൂ. എലമെൻറ്റ്സ് നോക്കിയേ. Li എന്ന് പറഞ്ഞാൽ എന്താണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അറ്റോമിക് മാസ് 7, 23, 39, അങ്ങനെ 3 എലമെൻറ്റ്സ് ഉള്ള ഗ്രൂപ്പുകളാക്കി. അതുപോലെ തന്നെ നിങ്ങൾ 3 ഗ്രൂപ്പുകൾ കണ്ടോ? 3 ഗ്രൂപ്പ് കണ്ടോ? കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പും, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗ്രൂപ്പ്. അങ്ങനെ നിങ്ങൾ 3 എലമെൻറ്റ്സ് കൂടിയിട്ടുള്ള ഓരോരോ ചെറിയ ഗ്രൂപ്പുകൾ. ഇവയ്ക്ക് എന്ത് പേര് വിളിച്ചു? ട്രയാഡ്സ്, ത്രികങ്ങൾ എന്ന് വിളിച്ചു. പിന്നെ എന്താ ചെയ്തത് ഡോബറൈനർ? ഇൻ ദ ട്രയാഡ്സ് ദി അറ്റോമിക് മാസ് ഓഫ് ദ സെക്കൻഡ് എലമെൻറ്റ് വാസ് അപ്രോക്സിമേറ്റ്ലി ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദി ഫസ്റ്റ് ആൻഡ് തേർഡ് എലമെൻറ്റ്സ്. എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഈ ട്രയാഡ്സിൽ അറ്റോമിക് മാസ് ഓഫ് ദ സെക്കൻഡ് എലമെൻറ്റ്, രണ്ടാമത്തെ മൂലകത്തിൻ്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് എന്താണ്? അത് എന്തിൻ്റെ മാസാണ്? ഒന്നാമത്തെയും. ഇത് അരിത്തമെറ്റിക് മീൻ ഓഫ് ദി ഫസ്റ്റ് ആൻഡ് തേർഡ് എലമെൻറ്റ്സ്. ഫസ്റ്റ് എലമെൻറ്റിൻ്റെയും തേർഡ് എലമെൻറ്റിൻ്റെയും ഏകദേശം എന്താണ്? അറ്റോമിക് മാസിൻ്റെ ശരാശരിയാണ്. നോക്കിയ മക്കളെ, അതിൻ്റെ ഒരു ഏകദേശം ശരാശരിയാണ് എന്താവുന്നത്? രണ്ടാമത്തെ മൂലകത്തിൻ്റെ അറ്റോമിക മാസ്, രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ അറ്റോമിക മാസ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ. അപ്പോൾ നിങ്ങൾ ലിഥിയം 7, പൊട്ടാസ്യം 39 കൂട്ടി നോക്കിയേ. 39 + 7 എത്രയാണ് മക്കളെ? അത് 46. 46ൻ്റെ ശരാശരി, 46ൻ്റെ പകുതിയല്ലേ ഉള്ളത്? 23 അല്ലേ? 23. 46ൻ്റെ പകുതി 23 എന്ത് കിട്ടി? സോഡിയം കിട്ടി. അങ്ങനെ നോക്കി ബാക്കി 2 ഗ്രൂപ്പുകളും കൂടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. ആദ്യത്തേതിൻ്റെത് അവസാനത്തേതിൻ്റെ അറ്റോമിക മാസ് കൂട്ട്, അതിൻ്റെ നേരെ പകുതിയാണ് രണ്ടാമത് കിടക്കുന്ന മൂലകത്തിൻ്റെ അറ്റോമിക മാസ്. നിങ്ങൾ ബാക്കി 2 നിങ്ങൾ ചെയ്ത് നോക്കൂ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദി ട്രയാഡ്സ് ദ അറ്റോമിക് മാസ് ഓഫ് ദ സെക്കൻഡ് എലമെൻറ്റ് വാസ് അപ്രോക്സിമേറ്റ്ലി ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദി ഫസ്റ്റ് ആൻഡ് തേർഡ് എലമെൻറ്റ്സ്. ഈ ത്രികങ്ങളിൽ, ട്രയാഡിൽ എന്താണ്? ഒന്നാമത്തെയും മൂന്നാമത്തെയും വരുന്ന മൂലകങ്ങളുടെ അറ്റോമിക മാസിൻ്റെ ഏകദേശ ശരാശരിയാണ്. അതിൻ്റെ ഏകദേശം പകുതി അല്ലേ? ഏകദേശ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക മാസ്. This helped in finding the relationship between atomic mass and properties of elements. അറ്റോമിക മാസും മൂലകങ്ങളുടെ സ്വഭാവവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിന് ഇത്
സഹായിച്ചു. All elements could not be classified into triads, which was the limitation of this classification. എന്തായിരുന്നു ഇതിൻ്റെ ലിമിറ്റേഷൻ? പരിമിതി എന്തായിരുന്നു? ഡോബറൈനറുടെ ട്രയാഡ്സിൻ്റെ പരിമിതി എന്തായിരുന്നു? എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തി ത്രികങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഓൾ എലമെൻറ്റ്സ് കുഡ് നോട്ട് ബി ക്ലാസിഫൈഡ് ഇൻ ടു ട്രയാഡ്സ്. എല്ലാ എലമെൻറ്റ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? നമുക്കല്ല, ഡോബറൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ട്രയാഡ്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. വിച്ച് വാസ് ദ ലിമിറ്റേഷൻ ഓഫ് ദിസ് ക്ലാസിഫിക്കേഷൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ലിമിറ്റേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ഹിസ്റ്ററിയിൽ നമ്മൾ രണ്ട് സയൻറ്റിസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ കണ്ടു അല്ലേ? ലാവോസിയറിൻ്റെത് കണ്ടു. ഇപ്പോൾ നമ്മൾ ഏതാ പഠിച്ചത്? ഡോബറൈനർ. അപ്പം നിങ്ങൾ ഈ ഭാഗം നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു കാര്യമാണ്. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ സയൻറ്റിസ്റ്റും എഴുതുക, സയൻറ്റിസ്റ്റിൻ്റെ കണ്ടെത്തലുകളും അവരുടെ ലിമിറ്റേഷനും എഴുതി വെക്കണം കേട്ടോ. അടുത്തത്, in 1866, when Newland arranged the known 56 elements in the increasing order of their atomic mass. എന്താ മക്കളെ പറഞ്ഞത്? 1866 ന്യൂലാൻഡ് എന്നറിയപ്പെട്ടിരുന്ന അല്ലെ, ന്യൂലാൻഡ് എന്ന ശാസ്ത്രജ്ഞൻ ന്യൂലാൻഡ് എന്ത് ചെയ്തു? അറേഞ്ച് ദ നോൺ 50 അന്ന് അറിയപ്പെട്ടിരുന്ന 56 മൂലകങ്ങളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്, അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ ന്യൂലാൻഡ് അന്നുണ്ടായിരുന്ന 56 എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തു. ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. ന്യൂലാൻഡ് അന്ന് അറിയപ്പെട്ടിരുന്ന 56 മൂലകങ്ങളെ ക്രമമായി എഴുതി. എങ്ങനെ എഴുതിയിട്ടുണ്ട്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിൻ്റെ ക്രമത്തിൽ എഴുതിയ സമയത്ത് he found that properties of the eighth element is the repetition of those of first element. എന്താ മക്കളെ പറഞ്ഞിരുന്നത്? എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തി. എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ആവർത്തനം. എട്ടാമത് വരുന്ന മൂലകം ഈസ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദോസ് ഓഫ് ദ ഫസ്റ്റ് എലമെൻറ്റ്. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അതേ റിപ്പീറ്റേഷൻ കാണിക്കുന്നു എന്ന് കണ്ടെത്തി. ഹി കമ്പയർഡ് ദിസ് ടു ദ 7 notes ഓഫ് മ്യൂസിക്. എന്താണ്? ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി അദ്ദേഹം താരതമ്യം ചെയ്തു. അപ്പോൾ എന്താ പറഞ്ഞത്? ഒന്നാമത്തെ മൂലകത്തിൻ്റെ അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ്, അതിൻ്റെ തന്നെ റിപ്പീറ്റേഷനാണ് എന്തിൽ വരുന്നത്? എട്ടാമത്തെ മൂലകവും വരുന്നത്, അതിൻ്റെ ആവർത്തനമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. അതെങ്ങനെയാണ്? ജസ്റ്റ് ലൈക്ക് ദി 8th note ഈസ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ഫസ്റ്റ് നോട്ട്. എട്ടാം സ്വരം ആദ്യത്തേതിൻ്റെ ആവർത്തനം എന്ന പോലെ. എങ്ങനെയാണ്? സ രി ഗ മ പ ദ നി സ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് സായാണ്, പിന്നെ എട്ടാമത് വരുന്നത് എന്ത് തന്നെയാണ്? സാ തന്നെയാണ് അല്ലേ? ഈ നിയമത്തെയാണ് അദ്ദേഹം എന്ത് വിളിച്ചു? ദിസ് ലോ ഈസ് നോൺ ആസ് ലോ ഓഫ് ഒക്ടേവ്സ്. ഈ നിയമമാണ് അഷ്ടക നിയമം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എക്സാമിന് വരാറുണ്ട് അഷ്ടക നിയമം ആവിഷ്കരിച്ചതല്ലേ. അപ്പോൾ ആരാണ് അഷ്ടക നിയമം കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കും. ആരാണ്? ന്യൂലാൻഡ്. എന്താണ് അതിന് പറയുക? ലോ ഓഫ് ഒക്ടേവ്. വാട്ട് ഈസ് ലോ ഓഫ് ഒക്ടേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് 8th element ഈസ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദോസ് ഓഫ് ദ ഫസ്റ്റ് എലമെൻറ്റ്. Newland compared this to the 7 notes of music. This is law is known as law of octaves. Okay. പിന്നെ but one of the noted limitation of this was that the elements with higher atomic mass did not obey this rule. ആ പ്രശ്നം പ്രശ്നം പറ്റിയത്? അറ്റോമിക് മാസ് കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല എന്നത് അതിൻ്റെ പരിമിതിയായി രേഖപ്പെടുത്തപ്പെട്ടു. നോട്ടഡ് ലിമിറ്റേഷൻ എന്താണ്? എലമെൻറ്റ്സ് വിത്ത് ഹയർ അറ്റോമിക് മാസ് ഡിഡ് നോട്ട് ഒബേ ദിസ് റൂൾ. അപ്പോൾ അറ്റോമിക് മാസ് ഹയർ ആയിട്ടുള്ള എലമെൻറ്റ്സിൽ ഇതെന്ത് ചെയ്തില്ല? ഈ ലോ ഓഫ് ഒക്ടേവ്സ് ഒന്നും ഒബേ ചെയ്യുന്നതായി കണ്ടെത്തിയില്ല. ഇതാണ് ന്യൂലാൻഡ് എന്ന സയൻറ്റിസ്റ്റിൻ്റെ ലിമിറ്റേഷൻ. ഓക്കെ, ലോ ഓഫ് ഒക്ടേവിൻ്റെ ലിമിറ്റേഷൻ. മക്കളെ മനസ്സിലായി? ഇപ്പം നമ്മൾ എന്തെല്ലാം പറഞ്ഞു? ഇപ്പം നമ്മൾ ഏതെല്ലാം സയൻറ്റിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു? ലാവോസിയർ പറഞ്ഞു, അതിനുശേഷം എന്ത് പറഞ്ഞു? ഡോബറൈനർ. പിന്നെ ഇപ്പോൾ എവിടെ എത്തി?
ന്യൂലാൻഡ്. ഓക്കെ, നോക്കിയേ ഒക്ടേവ്സ് ഓഫ് ന്യൂലാൻഡിൻ്റെ അഷ്ടകങ്ങളാണ് ജസ്റ്റ് ചെയ്തുള്ളത്. ഒന്ന് നോക്കിയാൽ മതി. ഈ ടേബിളൊന്നും എക്സാമിന് വരാറില്ല, ജസ്റ്റ് ലോ ഓഫ് ഒക്ടേവ്സ് മാത്രമേ വരാറുള്ളൂ. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ യൂസിങ് ടേബിൾ എങ്ങനെയാണ്, വർഗീകരണം പട്ടികയിലൂടെ എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് വാസ് എ റഷ്യൻ സയൻറ്റിസ്റ്റ് ഡിമിട്രി ഇനോവിച്ച് മെൻഡലീവ് who created a table for the first time for the classification of elements. എന്താ മക്കളെ പറയുന്നത്? എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കിയതാരാണ്? റഷ്യൻ സയൻറ്റിസ്റ്റായിട്ടുള്ള ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ് ആണ്. മൂലക വർഗീകരണത്തിന് എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷന് ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കിയത് റഷ്യൻ സയൻറ്റിസ്റ്റായിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടുള്ള, നമുക്ക് ഷോർട്ടായിട്ട് എങ്ങനെ പറയാം, ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ് ആണ്. എന്താണ്? ലേറ്റർ മെൻഡലീവ് കെയിം ടു ബി നോൺ ആസ് ദി ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇപ്പോഴും ആരാണ്? മെൻഡലിയേവ് ആണ്. ഓക്കെ, ദിസ് ടേബിൾ വിച്ച് ബിക്കെയിം എ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഹാഡ് 63 എലമെൻറ്റ്സ് വെൻ ഇറ്റ് വാസ് ക്രിയേറ്റഡ്. മൂലക വർഗീകരണത്തിൻ്റെ ചരിത്ര വഴികൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, മൂലക വർഗീകരണത്തിൻ്റെ ചരിത്ര വഴികളിൽ ഒരു നാഴികക്കല്ലായി മാറിയ പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുമ്പോൾ 63 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. അന്ന് 63 മൂലകങ്ങളൊക്കെ വെച്ചിട്ടാണ് പിന്നെ മെൻഡലിയേവ് എലമെൻസിനെ മൂലകങ്ങളെ എന്ത് ചെയ്തത്? ക്ലാസിഫൈ ചെയ്തത്. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? മെൻഡലീവ് arranged these elements in the table in the increasing order of their atomic masses. എങ്ങനെയാണ് ഈ മൂലകങ്ങൾ, അന്നുണ്ടായിരുന്ന 63 മൂലകങ്ങൾ, 63 എലമെൻസിനെ മെൻഡലിയേവ് അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിൽ പട്ടികയിൽ വിന്യസിച്ചു. മെൻഡലിയേവ് എങ്ങനെ അറേഞ്ച് ചെയ്തു എലമെൻറ്റ്സ് ഇൻ ദി ടേബിൾ ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് മാസസ്. അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിൽ എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തു. When arranged so, he found that the chemical and physical properties of elements repeat at regular intervals. ഓക്കെ, അങ്ങനെ ചെയ്ത സമയത്ത് അദ്ദേഹം എന്താ കണ്ടെത്തിയത്? ഇങ്ങനെ വിന്യസിക്കുമ്പോൾ മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി മെൻഡലിയേവ് കണ്ടെത്തി. എന്താണ്? കെമിക്കൽ, അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഭൗതികവും അതുപോലെ തന്നെ രാസഗുണങ്ങളും അല്ലേ, കെമിക്കലായിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഈ എലമെൻസിൻ്റെ ഒക്കെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ റിപ്പീറ്റ് അറ്റ് റെഗുലർ ഒരു പ്രത്യേക ഇടവേള കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അത് ആവർത്തിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. ഈ എലമെൻസിൻ്റെ മൂലകങ്ങളുടെയൊക്കെ ഭൗതിക രാസഗുണങ്ങൾ, കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ക്രമമായ ഇടവേള കഴിഞ്ഞാൽ വീണ്ടും അത് എന്ത് ചെയ്യുന്നു? ആവർത്തിക്കുന്നതായി മെൻഡലിയേവ് കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു. ബേസ്ഡ് ഓൺ ദിസ് മെൻഡലീവ് പ്രപ്പോസ്ഡ് ദ പീരിയോഡിക് ലോ ഓഫ് എലമെൻറ്റ്സ്. വാട്ട് ഈസ് മെൻഡലീവ് പീരിയോഡിക് ലോ? എന്താ മക്കളെ മെൻഡലീവിൻ്റെ പീരിയോഡിക് നിയമം എന്ന് പറഞ്ഞാൽ? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസസ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ എലമെൻസിൻ്റെ മൂലകങ്ങളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ എന്താണ്? ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. അവയുടെ അറ്റോമിക് മാസിൻ്റെ എന്താണ്? പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. അതിൻ്റെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മെൻഡലിയേവിൻ്റെ പീരിയോഡിക് ലോ ഒന്ന് നോട്ടിൽ എഴുതി വെക്കണം കേട്ടോ. നോക്കിയേ, മെൻഡലിയേവിൻ്റെ പീരിയോഡിക് ടേബിളാണ് ഇവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. പീരിയോഡിക് ടേബിൾ വരയ്ക്കൊന്നും വേണ്ട, അതൊന്നും ചോദിക്കാറില്ല. ജസ്റ്റ് നിങ്ങളത് നോക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ.
അഡ്വാൻറ്റേജസ് ഓഫ് മെൻ്റലീഫ് പീരിയോഡിക് ടേബിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ് മെൻ്റലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന ഒരു സ്ഥിരം ചോദ്യമാണ്. അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും, മേന്മകളും പരിമിതികളും. നന്നായിട്ടിത് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അഡ്വാൻറ്റേജസ്, മേന്മകൾ എന്താ മക്കളെ? എലമെൻറ്റ്സ് വെർ ക്ലാസിഫൈഡ് ഇൻ സച്ച് എ വേ ദാറ്റ് എലമെൻറ്റ്സ് ഓഫ് സിമിലർ പ്രോപ്പർട്ടീസ് വെർ പ്ലേസ്ഡ് ഇൻ ദി സെയിം ഗ്രൂപ്പ്. ലേണിംഗ് കെമിസ്ട്രി വാസ് ദിസ് മെയ്ഡ് ഈസിയർ. എന്താ മക്കളെ പറയുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് പറയുന്നത്? സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ, അല്ലേ, സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള മൂലകങ്ങളെ ഒക്കെ എന്ത് ചെയ്തു? ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് സിമിലർ പ്രോപ്പർട്ടീസ് വെർ പ്ലേസ്ഡ് ഇൻ ദി സെയിം ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ സിമിലർ പ്രോപ്പർട്ടീസ് മാത്രമുള്ള എലമെൻറ്റ്സുള്ള, സിമിലർ പ്രോപ്പർട്ടീസ് മാത്രം കാണിക്കുന്ന എലമെൻറ്റ്സിനെ, മൂലകങ്ങളെ ഉൾപ്പെടുത്തി. ലേണിംഗ് കെമിസ്ട്രി വാസ് ദിസ് മെയ്ഡ് ഈസിയർ. ഇതെന്താണ്? ഇത് രസതന്ത്ര പഠനം വളരെ എളുപ്പമാക്കി, അല്ലേ? അപ്പോൾ എങ്ങനെയൊന്ന് പറഞ്ഞാൽ, എലമെൻറ്റ്സ് ഓഫ് സിമിലർ പ്രോപ്പർട്ടീസ് വെർ പ്ലേസ്ഡ് ഇൻ ദി സെയിം ഗ്രൂപ്പ്. സമാന ഗുണങ്ങളുള്ള എലമെൻറ്റ്സിനെ, മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. അപ്പോൾ ഒരു ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോൾ അതിലുള്ള മൂലകങ്ങൾക്കൊക്കെ സമാനമായ ഗുണങ്ങളാണ് ഉള്ളതെന്ന രീതിയിലാണ് വർഗീകരിച്ചത്. രണ്ടാമത്തെ മേന്മ എന്താണ്? രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്തായിരുന്നു? Some elements did not follow the correct ascending order of atomic masses. He pointed out that this could be due to the wrong determination of atomic mass. ചില മൂലകങ്ങൾ അറ്റോമിക മാസുകളുടെ ആരോഹണക്രമം, അസെൻഡിങ് ഓർഡർ കൃത്യമായി പാലിച്ചില്ല. അതിന് അദ്ദേഹം കണ്ടെത്തിയ കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റോമിക മാസ് നിർണയത്തിലെ അപാകതയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഹി പോയിന്റഡ് ഔട്ട് ദാറ്റ് ദിസ് കുഡ് ബി ഡ്യൂ ടു ദ റോങ് ഡിറ്റർമിനേഷൻ ഓഫ് അറ്റോമിക മാസ്. അറ്റോമിക മാസ് നിർണയത്തിലെ അപാകത ഉണ്ടെന്ന് അദ്ദേഹം, അറ്റോമിക മാസിൽ പണ്ട് നിർണയിച്ച സമയത്തിൽ അപാകത എന്ത് ചെയ്തു? അദ്ദേഹം കണ്ടെത്തി. ലേറ്റർ ദിസ് ലേഡ് ടു ദി കറക്ഷൻ ഓഫ് ദ റോങ്ലി ഡിറ്റർമൈൻഡ് അറ്റോമിക് മാസസ്. പിന്നീട് അറ്റോമിക മാസ് പുനർനിർണയിക്കുന്നതിന് ഇത് കാരണമാകുകയും ചെയ്തു. എങ്ങനെയായിരുന്നു? അറ്റോമിക മാസ് ഓഫ് ബെർലിയം വാസ് റീഡിറ്റർമൈൻഡ് ഫ്രം 14 to 9. ആദ്യകാലത്ത് ബെർലിയത്തിൻ്റെ അറ്റോമിക മാസ് 14 ആണെന്നാണ് നിർണയിച്ചു വെച്ചിരുന്നത്. അതിൽ നിന്നും എന്തിലേക്ക് മാറ്റി? 9 പുനർനിർണയിച്ചു, റീഡിറ്റർമൈൻ ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന നേട്ടമാണ്. ഓക്കെ, കോളംസ് വെർ ലെഫ്റ്റ് വേക്കൻറ്റ് ഫോർ എലമെൻറ്റ്സ് വിച്ച് വെർ നോട്ട് നോൺ അറ്റ് ദാറ്റ് ടൈം ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് വെർ ഓൾസോ പ്രഡിക്റ്റഡ്. കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചിട്ടു അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ കുറച്ച് കോളമൊക്കെ അദ്ദേഹം ഇത് ലെഫ്റ്റ് വേക്കൻ്റ് ആയിട്ട് വെച്ച് ഒഴിച്ചിട്ടു. എന്നിട്ട് എന്താ അദ്ദേഹം അവിടെ മനസ്സിലാക്കിയത്? ആ കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. വെർ നോട്ട് നോൺ അറ്റ് ദാറ്റ് ടൈം ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് വേർ ഓൾസോ പ്രൊഡിക്റ്റ്. അവയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ എന്താ ചെയ്തത്? എലമെൻസിൻ്റെ സ്ഥാനം ഒഴിച്ചിടുകയും ചെയ്തു. വരാൻ പോകുന്ന എലമെൻസിൻ്റെ ഗുണങ്ങൾ അദ്ദേഹം പ്രവചിക്കുകയും ചെയ്തു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മേന്മകളാണ്, അഡ്വാൻറ്റേജസ് ആണ്. നിങ്ങൾ നിർബന്ധമായി നോട്ട്ബുക്കിലേക്ക് ഇതൊക്കെ എഴുതിയെടുക്കണം. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് മെൻ്റലീഫ് പീരിയോഡിക് ടേബിൾ. മെൻ്റലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതികൾ എന്തൊക്കെയായിരുന്നു? എലമെൻറ്റ്സ് വിത്ത് ലാർജ് ഡിഫറൻസ് ഇൻ പ്രോപ്പർട്ടീസ് വെർ ഇൻക്ലൂഡഡ് ഇൻ ദി സെയിം ഗ്രൂപ്പ്. എന്താണ്? ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. എങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉദാഹരണം, ഹാർഡ് മെറ്റൽസ് ലൈക്ക് കോപ്പർ ആൻഡ് സിൽവർ വെർ ഇൻക്ലൂഡഡ് അലോങ് വിത്ത് സോഫ്റ്റ് മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം. എന്താണ് ഹാർഡ് മെറ്റൽസ്? അതായത് അതുപോലെ തന്നെ സോഫ്റ്റ് മെറ്റലായിട്ടുള്ള മൃദുലോഹമായിട്ടുള്ള സോഡിയവും കോപ്പറും ഒക്കെ ആരെ കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കോപ്പർ, സിൽവർ മുതലായ കാഠിന്യം കൂടിയ ലോഹങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തി, അല്ലേ? സോഫ്റ്റ് മെറ്റലായിട്ടുള്ള സോഡിയവും പൊട്ടാസ്യവും ഒക്കെ ആരെ കൂടെ എല്ലാം ഒരേ ഗ്രൂപ്പിലായി പോയി. വേറെ ഏതാണ്? ഹാർഡ് മെറ്റലായിട്ടുള്ള കോപ്പറും സിൽവർ വെർ ഇൻക്ലൂഡഡ് അലോങ് വിത്ത് സോഫ്റ്റ് മെറ്റൽസ്. ഹാർഡ് മെറ്റലും സോഫ്റ്റ് മെറ്റലൊക്കെ കൂടെ ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്ത് പോയി, അല്ലേ? മൃദുലോഹങ്ങളോടൊപ്പം കാഠിന്യം കൂടിയ ലോഹങ്ങളെയും ഉൾപ്പെടുത്തി. അടുത്ത ലിമിറ്റേഷൻ, പരിമിതി എന്താണ്? നോ പ്രോപ്പർ പൊസിഷൻ കുഡ് ബി ഗിവൺ ടു ദ എലമെൻറ്റ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല.
നോൺ മെറ്റാലിക് ഹൈഡ്രജൻ വാസ് പ്ലേസ്ഡ് എലോങ് വിത്ത് മെറ്റൽസ് ലൈക്ക് ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം. എന്താണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പം അലോഹമായിട്ടുള്ള നോൺ മെറ്റലായിട്ടുള്ള ഹൈഡ്രജന് സ്ഥാനം നൽകി. അതൊരു ലിമിറ്റേഷനാണ്. അടുത്ത ലിമിറ്റേഷൻ എന്താണ്? പരിമിതി എന്താണ്? ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് വാസ് നോട്ട് സ്ട്രിക്ട്ലി ഫോളോഡ് ത്രൂ ഔട്ട്. അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം, ഇൻക്രീസിംഗ് ഓർഡർ എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല. എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? കൊബാൾട്ട്, നിക്കൽ, ടെല്ലൂറിയം ആൻഡ് അയഡിൻ. കൊബാൾട്ട്, നിക്കൽ, ടെല്ലൂറിയം, അയഡിൻ ഇവയൊന്നും ഇവയൊന്നും അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം എല്ലായിടത്തും കൃത്യമായിട്ട് പാലിക്കാൻ. ഇവയും എലമെൻസിൻ്റെയും മൂലങ്ങളുടെ കാര്യത്തിലൊന്നും അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം, ഇൻക്രീസിങ് ഓർഡർ കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് മക്കളെ പഠിച്ചത്? നമ്മൾ ആദ്യം നമ്മൾ എന്താണ് ഇപ്പോൾ നടക്കുന്ന പീരിയോഡിക് ടേബിൾ ഏതാണ്? മോഡേൺ പീരിയോഡിക് ടേബിളാണ്. ആ പീരിയോഡിക് ടേബിളിൽ ആരാണ് കണ്ടെത്തിയത്? ഹെൻറി മോസ്ലിയാണെന്ന് ആദ്യം പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഹിസ്റ്ററി അതിൻ്റെ ചരിത്രത്തിലേക്ക് പോയ സമയത്ത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ലാവോസിയറിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു? എലമെൻസിനെ എന്തൊക്കെ തരംതിരിച്ചു? മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും തരംതിരിച്ചു. അദ്ദേഹത്തെ ലിമിറ്റേഷൻ എന്തായിരുന്നു? മെറ്റലോയിഡ്സ്, അതായത് ഉപലോഹങ്ങൾക്ക് കൃത്യമായ സ്ഥാനം ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നെ അടുത്തത് ഏതായിരുന്നു? ഡോബറൈനർ പ്രത്യേകമായിട്ട് ത്രികങ്ങൾ, ട്രയാഡ്സ് എന്ന പേര് ഓർത്തു വെക്കണം. അതിൽ അറ്റോമിക മാസ് എങ്ങനെ കണ്ടിരുന്നത്? ഒന്നാമത്തെയും മൂന്നാമത്തെയും എലമെൻസിൻ്റെ അറ്റോമിക മാസിൻ്റെ ഏകദേശം ഒരു ശരാശരിയിലെ അരിത്തമെറ്റിക് മീനാണ് രണ്ടാം മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക മാസ്. ഓക്കെ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ന്യൂലാൻഡിൻ്റെ പ്രത്യേകമായിട്ട് നമ്മൾ എന്താ പറയുക? ലോ ഓഫ് ഒക്ടേവ്സ്, അഷ്ടക നിയമം. 8ാമത് വരുന്ന മൂലകം എലമെൻറ്റ് ആദ്യത്തേതിൻ്റെ റിപ്പീറ്റേഷനാണ്, ആവർത്തനമാണെന്ന് കണ്ടെത്തി. അതിനുശേഷം നമ്മൾ പറഞ്ഞത് മെൻഡലിയഫാണ്. മെൻഡലിയഫിൻ്റെ ലിമിറ്റേഷന്, പരിമിതി പറഞ്ഞു. ഇപ്പോൾ അതിന് മുൻപ് നമ്മൾ അഡ്വാൻറ്റേജ്, മേന്മയും പരിമിതികളും, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് മെൻഡലിയഫ്, ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇത്രയും ഭാഗം നിങ്ങൾ ക്ലാസ് നന്നായി കേട്ട് ശ്രദ്ധിച്ച ശേഷം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കേണ്ടതാണ്. ഓക്കെ.